സീസൺ തുടങ്ങുന്നതിനു മുന്നേ ഫ്രെഡി യൊഹിംബ എന്നീ രണ്ട് യുവ ഇന്ത്യൻ താരങ്ങൾക്ക് ദീർഘകാല കരാർ നൽകിയ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് യുവ മലയാളി മിഡ്ഫീൽഡ് സെൻസേഷൻ വിപിൻ മോഹനന് 2029 വരെ വമ്പൻ കരാർ നൽകിയത്. തോൽവിയുടെ ക്ഷീണത്തിലിരുന്ന ആരാധകർക്ക് ഇത് ആശ്വാസ വാർത്തയാണെങ്കിലും ഒരു ഞെട്ടലും ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ പതിവില്ലാത്തതായതുകൊണ്ട് തന്നെ മികച്ച താരങ്ങളെ വിറ്റ് ക്യാഷാക്കുന്ന പതിവുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെയൊരു വമ്പൻ കരാർ നൽകാൻ കഴിയുമോ എന്നതായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്തായാലും കരാർ നൽകിയതിനപ്പുറം വേറൊരു ഉദ്ദേശവും ഉണ്ടാകാം. എക്സാമ്പിൾ 5 വർഷത്തോളം കോൺട്രാക്ട് ആയിട്ടുള്ള ഒരു കിടിലൻ യുവതാരത്തെ വിറ്റാൽ താരത്തിന്റെ സാലറി വെച്ച് നോക്കുമ്പോൾ 4 to 5 കോടിക്കടുത്തെങ്കിലും മിനിമം കിട്ടിയേക്കും. ചിലപ്പോൾ അങ്ങനെയൊരു ഉദ്ദേശവും ഇതിന്റെ പിന്നിൽ ആയിക്കൂടെ. എന്തായാലും വിറ്റ് തുലക്കാതിരുന്നാൽ മതിയായിരുന്നു, അത്രമാത്രം. എന്തായാലും വിപിനു പിന്നാലെ നിലവിൽ അസ്ഹർ ഐമൻ എന്നീ രണ്ട് യുവ മലയാളി താരങ്ങൾക്കും ബ്ലാസ്റ്റേഴ്സ് ദീർഘകാല കരാർ നൽകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വിപിനെ കൂടാതെ ഹോം ഗ്രൗണ്ട് നിയമപ്രകാരം സൈൻ ചെയ്യാൻ സാധിക്കുന്ന മറ്റ് 2 താരങ്ങളാണ് ഐമനും അസ്ഹറും. തങ്ങൾക്കൊപ്പം 3 സീസണുകൾ കളിച്ച 23 വയസ്സിന് താഴെയുള്ള 3 പ്രാദേശിക താരങ്ങൾക്ക് ISL-ൽ സാലറി നിയന്ത്രണങ്ങൾ ഇല്ലാതെ ക്ലബിന് പുതിയ കരാറിൽ ഏർപ്പെടാമെന്ന നിയമം ഇത്തവണ ISL കൊണ്ടുവന്നിരുന്നു. അതുതന്നെയാണ് വിപിനും പുതിയ കരാർ നൽകാൻ കാരണമായ ഘടകങ്ങളിൽ ഒന്ന്. ഈ നിയമപ്രകാരം ബ്ലാസ്റ്റേഴ്സിന് സാലറി നിയന്ത്രണങ്ങൾ ഇല്ലാതെ ദീർഘകാല കരാർ നൽകാൻ കഴിയുന്ന 2 താരങ്ങളാണ് ഐമനും അസ്ഹറും. ഇരുവർക്കും 2026 വരെ നിലവിൽ കരാർ ഉണ്ടെങ്കിലും ഇരുവർക്കും 23 വയസ്സ് ആകുന്നതിന് മുന്നേ പുതിയ കരാറിൽ ഒപ്പിടിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് സാലറി നിയന്ത്രണങ്ങൾ പ്രശ്നമാകില്ല. സോ വമ്പൻ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.